ഈ കൊള്ളക്കാരൻ വെള്ളാപ്പള്ളി നടേശനെ അവിടുന്ന് നിഷ്കാസനം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം. ഇവിടെ ആർക്കും അധികാരമോഹികളല്ല. അധികാരമോഹികൾ ഇതിന് മുമ്പിലേക്ക് വരാൻ മുട്ടുധരിക്കും, കൈവിറക്കും. എന്താ അറിയോ, അവനെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും അടിമകളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യമായി വിദേശ വ്യാപാരം പരിചയപ്പെടുത്തിയ തീരപ്രദേശമാണ് മലബാറിന്റെ തീരപ്രദേശം. ഇന്ത്യയിൽ ആദ്യമായി നാവിക പ്രതിരോധം തീർത്ത തീരമാണ് മലബാറിന്റെ തീരം. അത്തരം ഒരു പാരമ്പര്യമുള്ള ഒരു ജനതയും ഒരു പ്രദേശവും കൂടുതൽ കൂടുതൽ പിറകിലേക്ക് മലബാർ ജില്ലകളുടെ വിഭജനം ആവശ്യപ്പെട്ടുകൊണ്ട്, സമഗ്രമായ വികസനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ സംരംഭം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളിയെ പോലെ ആളുകൾ ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് മടക്കുന്നത് വർഗീയത മടക്കുന്നു, അദ്ദേഹത്തിന് ശ്വാസം വിടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഏത് നാട്ടിലാണ് അദ്ദേഹം പോയതെന്ന് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ 100 കൊല്ലത്തിനിടയിൽ മലബാർ കലാപം നടന്നിരിക്കുന്ന ഏറനാട്, വള്ളുവനാട്, കോഴിക്കോടിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ, ഈ പറയുന്ന പ്രദേശങ്ങളിൽ ഒരിടത്ത് പോലും ഒരു തരത്തിലുള്ള വർഗീയ സാമൂഹിക സംഘർഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം. മലബാറിൻ്റെ വിഷയത്തിൽ മലബാറിലെ MLA-മാർ, മലബാറിലെ MP-മാർ, മലബാറിലെ മന്ത്രിമാർ ഇവരെല്ലാവരും തിരുവനന്തപുരത്തെ ബ്യൂറോക്രസിയുടെ മുമ്പിൽ അടിമവേല ചെയ്തുകൊണ്ടും ഓച്ചാന് ചെന്നുകൊണ്ട് വേണം മലബാറുകാർക്ക് ഒരു കാര്യം ലഭ്യമാവാനെങ്കിൽ അതിന് പരിഹാര മാർഗം ഒരു പുതിയ അനക്സ് സെക്രട്ടേറിയറ്റ് കോഴിക്കോട്ട് കേന്ദ്രമായോ മലപ്പുറം കേന്ദ്രമായോ സ്ഥാപിക്കലാണ് കരുതിയുമെങ്കിൽ അതൊരു പുതിയ അനക്സ് സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നുകൂടി നമ്മൾ ഏതെങ്കിലും നിലക്ക് അൻവറാണല്ലോ പറയുന്നത്, അതുകൊണ്ട് അൻവർ പറയുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഇല്ല എന്ന് പറയാതെ, പറയുന്നത് അവരാരാണെങ്കിലും ആര് ന്യായമായ അവകാശത്തിന് വേണ്ടി പോരാട്ടം നടത്തിയാലും സർവാത്മന സർവവിധ പിന്തുണ കൊടുക്കാനും മലബാറിന്റെ മനുഷ്യൻ തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, അൻവർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലപ്പുറത്തെ സംബന്ധിച്ച് ജില്ല വിഭജിക്കണം, ജില്ലയുടെ വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ 41 ലക്ഷം 2011-ലിരിക്കെ 50 ലക്ഷത്തിലേറെയുള്ളൊരു ജനസംഖ്യയുള്ളൊരു ജില്ല, ആ ജില്ലയിൽ വളരെ കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. വെറും 8 ലക്ഷമുള്ള വയനാട് ജില്ല, ആ 8 ലക്ഷമുള്ള അതേ ഗവൺമെൻറ് ഫണ്ടിങ് തന്നെയാണ് ഈ മലപ്പുറത്തും ലഭ്യമായിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ പലർക്കും എന്നെ അറിയുന്ന എറണാകുളത്ത് ജീവിക്കുന്ന ഒരാളെന്നാണ്. എന്നാൽ ഞാൻ ശരിക്കും പുലാമന്തോളിൽ നിവാസിയാണ്. മാത്രമല്ല സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും യാതന അനുഭവിച്ച ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നൊരു വ്യക്തി കൂടിയാണ്. പക്ഷേ ഈ അവസരത്തിലെങ്കിലും ഇത്തരത്തിൽ അൻവർ എടുത്ത ഈ സാഹചര്യത്തിൽ ഇത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെ പലരും പറഞ്ഞു അതിന് പ്രതിഷേധമൊന്നും വേണ്ട. ഒരൊറ്റ തീരുമാനം ഇന്ന് ഇവിടെ എടുത്താൽ മതി. അടുത്ത ഇലക്ഷന് വോട്ട് വേണമെങ്കിൽ ഈ വികസനത്തിന് മുന്നിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഞങ്ങൾ വോട്ട് തരികയുള്ളൂ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ? ഇവിടുത്തെ മലപ്പുറം ജില്ല ജനങ്ങൾക്ക് പറയാൻ കഴിഞ്ഞെങ്കിൽ ഒരു സംശയവും വേണ്ട, ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളുണ്ടൊപ്പം എന്ന് പറയുന്നതിന് മുന്നിലേക്ക് വരും. വോട്ടാണ് ഇവിടെ പ്രശ്നം. ജനങ്ങളുടെ വികാരങ്ങളും അവർ നേരിടുന്ന പ്രശ്നങ്ങളും പച്ചക്ക് പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് PV അൻവർ എന്നത് ഈ സന്ദർഭത്തിൽ പ്രത്യേകം സ്മരിക്കുകയാണ്. ജനകീയ മുന്നേറ്റത്തിന് വ്യക്തിപരമായും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെയും എല്ലാവിധ പിന്തുണകളും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തൊട്ട് മുമ്പത്തെ അധ്യയന വർഷം +2 സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ അവഗണനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അനുഭവിക്കേണ്ടി വന്ന രൂക്ഷമായ വിമർശനം അത് വിഖണ്ഡവാദമാണ്, വർഗീയതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവിധ കോണുകളിൽ നിന്ന് രൂക്ഷമായ വിമർശനത്തിന് വിധേയമാവുകയുണ്ടായി. എന്തായാലും ധീരനായ അൻവർ സാഹിബ് ധൈര്യത്തോടു കൂടിയാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. കൂടെ നിൽക്കാൻ മലബാറിലെ മുഴുവൻ ജനങ്ങളും ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക. അടുത്ത ഇലക്ഷനിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇരു മുന്നണികളുടെയും
തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വരുമ്പോൾ അതിൽ ഈ വിഷയം നിർബന്ധമായും അജണ്ടയായി ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഉണ്ടായില്ലെങ്കിൽ ശക്തമായ നിലപാട് മലബാറിലെ മുഴുവൻ ജനങ്ങളും എടുത്തുകൊണ്ട് പ്രതികരിക്കപ്പെടുക തന്നെ ചെയ്യും. നമ്മൾ പ്രതീക്ഷയോടെയാണുള്ളത്. അവഗണനയ്ക്ക് പരിഹാരം ഉണ്ടായേ പറ്റൂ. ഈ പോരാട്ടത്തിന് അൻവർ സാഹിബിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും പ്രസംഗിക്കും. മൂന്നാമതൊരു ശക്തി ഇവിടെ ഉണ്ടാവും. ആ ശക്തി ഈ കേരളത്തിലെ മലബാറിന്റെ അവഗണന അത് തിരിച്ചറിയുവാൻ വേണ്ടിയുള്ള ഒരു ശക്തിയായിരിക്കും. ആ ശക്തിയുടെ ആ പ്രകമ്പനം ഇങ്ങ് മലബാർ മുതൽ ഞാൻ വരുന്ന തിരുവനന്തപുരം വരെ ഉണ്ടാകും, യാതൊരു സംശയമില്ല. എവിടെയാണ് ഈ വിഷയം എത്തിയിരിക്കുന്നത്? കേരളത്തിലെ ഭരണത്തിന്റെ പരിഷ്കാരം നടത്തുവാൻ വേണ്ടി നടത്തിയ ആ കമ്മീഷന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ആ റിപ്പോർട്ടിൽ ഇതുണ്ടോ? ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ആ അറിയേണ്ട കാര്യങ്ങൾ നാം ജനങ്ങളുടെ സമക്ഷത്ത് വയ്ക്കും. സമര നേതാവായ PV അൻവർ മലബാറിന്റെ അടുത്തൊരു പൊൻതിരകമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അതാണ് അത്യന്താപേക്ഷിതം. കാരണം SNDP സംരക്ഷണ സമിതി എന്നാണ് പറഞ്ഞത്. SNDP സംരക്ഷണ സമിതിയുടെ പ്രധാന ഉദ്ദേശ ലക്ഷ്യം SNDP യോഗത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഈ കൊള്ളക്കാരൻ വെള്ളാപ്പള്ളി നടേശനെ അവിടുന്ന് നിഷ്കാസനം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന എൻ്റെ എല്ലാ ആത്മമിത്രങ്ങളും ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ നേതാക്കളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ എളിയ റിക്വസ്റ്റ്. SNDP സംരക്ഷണ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. എപ്പോൾ വിളിച്ചാലും ഇതിനു വേണ്ടിയിട്ട് സാമൂഹ്യ നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പിന്നിലുണ്ടാവുകയെന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. രാഷ്ട്രീയ മത വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായിട്ട് ഈ പ്രക്ഷോഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അൻവർ സാഹിബ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യത്തോട് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങൾ അതിൻ്റെ കൂടെ അതിനോടൊപ്പം സഹകരിച്ചുകൊണ്ട് എന്നും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും ഊഷ്മളമായ ഹൃദ്യമായ അഭിവാദ്യം. ഞാൻ വെള്ളാപ്പള്ളിൻ്റെ ഒരനന്തരവനാണ് എന്നുള്ള ധാരണ ആർക്കും വരണ്ട. കേരളീയ രാഷ്ട്രീയ സമൂഹത്തിൽ ഈ ആവശ്യം ആർജവത്തോടുകൂടി ഉറക്ക വിളിച്ചു പറയാൻ അൻവർ സാഹിബെങ്കിലും അവതരിച്ചു എന്നത് ഈ കാലത്തിന് ലഭിച്ച പുണ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോഴത്തെ ഭരണകൂടങ്ങൾക്ക് രാഷ്ട്രീയമല്ല, വ്യക്തിഗതമായിട്ട് ഓരോരുത്തരുടെ സമ്മർദ്ദങ്ങൾക്കനുസരിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിന് രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഇടതുപക്ഷത്തിന് ദൗർഭാഗ്യവശാൽ രാഷ്ട്രീയമല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹം അതിന് പോന്നിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയമല്ല. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതൊരു വളരെ അവിസ്മരണീയമായിട്ടുള്ള ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെടുന്ന വലിയൊരു പ്രഖ്യാപനമാണ്. കാരണം ഈ ഹാളും ഈ ജനങ്ങളും എന്നും സ്മരിക്കപ്പെടും. അദ്ദേഹം ഈ ഒരു യജ്ഞം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു സംശയം വേണ്ടയില്ല. 2017 ഏപ്രിൽ മാസം 30 അതിതീവ്രമായ ഫാസിസത്തിന്റെ തേർവാഴ്ച നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിനകത്ത് പിറവി കുറിച്ചിട്ടുള്ള ഒരു പുതിയ നവജനാധിപത്യ പ്രസ്ഥാനമാണ് ഞങ്ങളുടെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഈ സംഘടനയ്ക്ക് രൂപം നൽകുന്ന സാഹചര്യത്തിൽ ഈ രാജ്യത്തിൻ്റെ ദേശീയ സർവകലാശാലകളിൽ, ഈ രാജ്യത്തിൻ്റെ തെരുവോരങ്ങളിൽ, ഈ രാജ്യത്തെ വിദ്യാർത്ഥി യുവജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞത്, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ്. ഐതിഹാസികമായി ഈ രാജ്യത്തിൻ്റെ തെരുവുകളിൽ സിവിലിയന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തിയ ഒരേ ഒരു നാട് മലബാറാണ്. അതിൻ്റെ പേരിൽ നമ്മൾ അവഗണിക്കപ്പെടാൻ പാടില്ല. ആ അവഗണനക്കെതിരെ 60-70 വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് ഒരു പ്രതിവിധി കാണാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ പിൻപറ്റുന്ന, നമ്മളുടെ മുൻപുറക്കാരായി നമ്മൾ കാണുന്ന
ആ രക്തസാക്ഷികളോടും ആ പോരാട്ടം നടത്തിയ ഏറനാടിലെ മാപ്പിളമാരോടും ആ പോരാട്ടം നടത്തിയ മലബാറിലെ മുഴുവൻ മനുഷ്യരോടും നമ്മൾ ചെയ്യുന്ന അതിക്രമമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ചരിത്രത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മലബാറിന്റെ തെരുവുകളിൽ, ഈ നാടിന്റെ തെരുവുകളിൽ പൂക്കോട്ടൂരും മലപ്പുറത്തും ചേറൂരും ഒക്കെ ഉള്ള ശുഹദാക്കളുടെയും ഈ നാടിന്റെ മുഴുവൻ പോരാളികളുടെയും ചരിത്രം ഏറ്റെടുത്തുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ മലബാറിന്റെ ഈ അവഗണനക്കെതിരെ കേരളത്തിന്റെ തെരുവുകളിൽ ഐതിഹാസികമായ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞ് ഈ വൈകിയ വേളയിൽ എല്ലാവരെയും നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അതൊരു പൊതുവിഷയമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തോട് ഈ മലബാറിലെ മക്കള് പോരാടിയത്. ആ ചരിത്രം ഉറങ്ങുന്ന മണ്ണില് ഇന്ന് ഞാൻ കാണുകയാണ് ഒരു പൊതുവിഷയം ഈ നാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായി, ആരോഗ്യപരമായി, വിദ്യാഭ്യാസപരമായി ഇവിടെ അവഗണിക്കപ്പെടുന്ന ഈ മലബാറിന്റെ വിഷയങ്ങളെ കുറിച്ച് ഒരു പൊതുവേദി ഇവിടെ കെട്ടുമ്പോ നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. ചരിത്രം ആവർത്തിക്കപ്പെടും, തീവ്രവാദ മുദ്ര ചാർത്തപ്പെടും. അലസ് നോക്കൂ, മാപ്പിള ലഹളക്കാർ ബ്രിട്ടീഷുകാർ വിളിച്ചു മാപ്പിള ലഹളക്കാർ. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് മലബാറിന് വേണ്ടി, മലപ്പുറം ജില്ലക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകളെ നോക്കിയിട്ട് അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ആളുകൾ വിളിക്കുന്നത് എന്താ? തീവ്രവാദികൾ. അത് അതിന്റെ പരിണാമമാണ്. അഡ്മിഷന്റെ കാര്യം വരുമ്പോൾ, ആരോഗ്യപരമായി ഹോസ്പിറ്റലിൽ പോകേണ്ട സംഭവം വരുമ്പോൾ അപ്പം നമ്മളിങ്ങനെ മേപ്പോട്ട് നോക്കി പറയും, എന്താ നമ്മളെ ഹോസ്പിറ്റലിന്റെ അവസ്ഥ. ഞാനൊരു ജില്ലാ ഹോസ്പിറ്റലിലെ HMC ബോർഡ് മെമ്പറാ. എന്നോട് ഓരോരുത്തരും കണ്ടാ പറയും, എന്താ ഇസ്മായില്, ഞാൻ എൻ്റെ കുട്ടിനായിട്ട് വന്നതാ. ഇവിടെ എന്താ ഒരു സ്കാനിങ്ങിന് ഒരു മെഷീനില്ല, എക്സ്റേ എടുക്കാനും മെഷീനില്ല. എന്താ നിങ്ങൾ HMC ബോർഡിന്റെ മെമ്പർമാരല്ലേ, നിങ്ങൾക്ക് നോക്കിക്കൂടെ? ഓന്റെ കുട്ടിക്ക് വരുമ്പോഴാണ് അത് പറയാ. അല്ല, മൊത്തം ജനവിഭാഗത്തിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാന് സമയമില്ല, ഇങ്ങനത്തെ വേദികളിൽ ഇരിക്കാൻ സമയമില്ല, ഇതെന്താന്ന് മനസ്സിലാക്കാനുള്ള സമയമില്ല. അൻവറിനും ഈ 16 MLA-മാരെ നടന്ന പോരെ. ഇവിടെ നേരത്തെ പറഞ്ഞു LDF-ഉം UDF-ഉം ഈ മുന്നണി സംവിധാനം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അവർ ഭയപ്പെടുന്നു? മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറയാൻ ചങ്കൂറ്റമില്ലാത്ത എന്തുകൊണ്ടാണ്? അവർക്കെന്താണ്? അധികാരം വേണം, പണം വേണം. ഇവിടെ എന്താ ഒരു സമാധാനം? ഇവിടെ ആർക്കും അധികാരമോഹികളല്ല. അധികാരമോഹികൾ ഇതിന് മുമ്പിലേക്ക് വരാൻ മുട്ടുധരിക്കും, കൈവിറക്കും. എന്താ അറിയോ? അവന് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും അടിമകളാണ്. അവർക്ക് ജനം പ്രശ്നമല്ല, അവർക്ക് ആവശ്യം MLA ആകണം, മന്ത്രിയാകണം, പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം, ബ്ലോക്ക് പ്രസിഡന്റ് ആകണം. പക്ഷെ നമ്മൾക്ക് വേണ്ടത് നമ്മുടെ നാടാണ്, നാടിന്റെ വികസനമാണ്. ആ വികസനത്തിന് വേണ്ടി സമരപാത ഉപയോഗിച്ചുകൊണ്ട്, കരുത്താർജിച്ചുകൊണ്ട് ഒരു നേതാവ് ഉണ്ടാവുമ്പോൾ ആ നേതാവിന്റെ പിന്നിൽ അണിനിരക്കാൻ നമ്മളും തയ്യാറാകണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.